ഹൃദയാഘാതം അഥവാ ഹാർട്ട് അറ്റാക്ക് എന്നത് ഹൃദയപേശികളിലേക്കുള്ള രക്തയോട്ടം നിലയ്ക്കുകയോ ഗണ്യമായി കുറയുകയോ ചെയ്യുന്ന അവസ്ഥയാണ്. ഹൃദയത്തിന് രക്തമെത്തിക്കുന്ന കൊറോണറി ആർട്ടറികളിൽ കൊഴുപ്പും കൊളസ്ട്രോളും അടിഞ്ഞുകൂടി പ്ലാക്കുകൾ രൂപപ്പെടുകയും ഇത് പൊട്ടി രക്തം കട്ടപിടിച്ച് രക്തയോട്ടം പൂർണ്ണമായി തടസ്സപ്പെടുമ്പോഴുമാണ് ഹൃദയാഘാതം സംഭവിക്കുന്നത്. ഇത് ഹൃദയപേശികൾക്ക് നാശം സംഭവിക്കാനിടയാക്കുന്നു. ഹൃദയാഘാത ലക്ഷണങ്ങൾ. ഹൃദയാഘാതത്തിന്റെ ലക്ഷണങ്ങൾ ഓരോ വ്യക്തിയിലും വ്യത്യസ്തമായിരിക്കും. ചിലരിൽ ഇത് വളരെ വ്യക്തമായിരിക്കുമ്പോൾ മറ്റു ചിലരിൽ നേരിയ ലക്ഷണങ്ങളോ നിശബ്ദമായ ഹൃദയാഘാതമോ ആകാം. പ്രധാന ലക്ഷണങ്ങൾ താഴെ പറയുന്നവയാണ്. നെഞ്ചുവേദന. നെഞ്ചിന്റെ മധ്യഭാഗത്തോ ഇടതുവശത്തോ കനവും ഞെരുക്കവും സമ്മർദ്ദവും അല്ലെങ്കിൽ വേദനയും അനുഭവപ്പെടാം. ഈ വേദന കഴുത്ത്, താടിയെല്ല്, പുറം, ഇടതുകൈ എന്നിവയിലേക്ക് വ്യാപിക്കാം. ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ട്. ശ്വാസം കിട്ടാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നത് ഹൃദയാഘാതത്തിന്റെ ഒരു പ്രധാന ലക്ഷണമാണ്. നടക്കുമ്പോഴോ ഉറങ്ങുമ്പോഴോ ഇത് വഷളാകാം. ഓക്കാനം, ദഹനക്കേട്, നെഞ്ചിരിച്ചിൽ, വയറ്റിൽ അസ്വസ്ഥത, ഓക്കാനം, നെഞ്ചിരിച്ചിൽ എന്നിവയും ഹൃദയാഘാതത്തിന്റെ ലക്ഷണങ്ങളാകാം. സ്ത്രീകൾക്ക് ഈ ലക്ഷണങ്ങൾ കൂടുതലായി കാണപ്പെടാറുണ്ട്. അമിതമായ വിയർപ്പ്, പ്രത്യേകിച്ച് കാരണമില്ലാതെ വിയർക്കുന്നത് ഹൃദയാഘാതത്തിന്റെ സൂചനയാകാം. ക്ഷീണം, തലകറക്കം, ബോധക്ഷയം. അസാധാരണമായ ക്ഷീണം, തലകറക്കം അല്ലെങ്കിൽ പെട്ടെന്നുള്ള ബോധക്ഷയം എന്നിവയും ലക്ഷണങ്ങളാണ്. ശരീരവേദന. ഹൃദയാഘാതത്തിന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ശരീരവേദനയും അനുഭവപ്പെടാം. ഹൃദയാഘാതത്തിനുള്ള കാരണങ്ങൾ. ഹൃദയാഘാതത്തിന് പല കാരണങ്ങളുണ്ട്. പ്രധാനപ്പെട്ട ചില അപകട ഘടകങ്ങൾ ഇവയാണ്. ഉയർന്ന കൊളസ്ട്രോൾ. രക്തത്തിൽ കൊളസ്ട്രോളിന്റെ അളവ് കൂടുന്നത് ധമനികളിൽ പ്ലാക്കുകൾ അടിഞ്ഞുകൂടുന്നതിന് കാരണമാകുന്നു. ഉയർന്ന രക്തസമ്മർദ്ദം. ഉയർന്ന രക്തസമ്മർദ്ദം ഹൃദയത്തിന് അമിതമായി പ്രവർത്തിക്കേണ്ടി വരുന്നതിന് ഇടയാക്കുകയും ഹൃദയാഘാത സാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. പ്രമേഹം. നിയന്ത്രിക്കപ്പെടാത്ത പ്രമേഹം ഹൃദയാരോഗ്യത്തെ ദോഷകരമായി ബാധിക്കും. പുകവലി ഹൃദയത്തിലേക്കുള്ള ഓക്സിജന്റെ അളവ് കുറയ്ക്കുകയും രക്തസമ്മർദ്ദം വർദ്ധിപ്പിക്കുകയും രക്തക്കുഴലുകൾക്ക് കേടുപാടുകൾ വരുത്തുകയും രക്തം കട്ടപിടിക്കാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. അമിതവണ്ണം കൊളസ്ട്രോൾ, രക്തസമ്മർദ്ദം, പ്രമേഹം എന്നിവ വർദ്ധിപ്പിക്കാൻ സാധ്യതയുണ്ട്. ഇത് ഹൃദയാഘാത സാധ്യത കൂട്ടുന്നു. വ്യായാമമില്ലാത്ത ജീവിതശൈലി, ശാരീരിക പ്രവർത്തനങ്ങളുടെ അഭാവം ഹൃദയാരോഗ്യത്തെ പ്രതികൂലമായി ബാധിക്കും. മാനസിക സമ്മർദ്ദം. അമിതമായ മാനസിക സമ്മർദ്ദം ഹൃദയാഘാത സാധ്യത വർദ്ധിപ്പിക്കും. കുടുംബചരിത്രം. ഹൃദ്രോഗങ്ങളുടെ കുടുംബചരിത്രമുള്ളവർക്ക് ഹൃദയാഘാതം വരാനുള്ള സാധ്യത കൂടുതലാണ്. മദ്യപാനം. അമിതമായ മദ്യപാനം ഹൃദയത്തെ ദോഷകരമായി ബാധിക്കാം. ഹൃദയാഘാതം എങ്ങനെ തടയാം? ഹൃദയാഘാതം തടയുന്നതിന് ജീവിതശൈലിയിൽ ചില മാറ്റങ്ങൾ വരുത്തുന്നത് വളരെ പ്രധാനമാണ്. ആരോഗ്യകരമായ ഭക്ഷണം. പഴങ്ങളും പച്ചക്കറികളും ധാരാളമായി ഉൾപ്പെടുത്തി കൊഴുപ്പും ഉപ്പും പഞ്ചസാരയും കുറഞ്ഞ ഭക്ഷണം കഴിക്കുക. ചിട്ടയായ വ്യായാമം. ദിവസവും കുറഞ്ഞത് 30 മിനിറ്റെങ്കിലും വ്യായാമം ചെയ്യുന്നത് ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്താൻ സഹായിക്കും. പുകവലി ഉപേക്ഷിക്കുക. പുകവലി പൂർണ്ണമായി ഉപേക്ഷിക്കുന്നത് ഹൃദയാഘാത സാധ്യത ഗണ്യമായി കുറയ്ക്കും. രക്തസമ്മർദ്ദവും കൊളസ്ട്രോളും നിയന്ത്രിക്കുക. പതിവായി പരിശോധന നടത്തുകയും ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മരുന്നുകൾ കഴിക്കുകയും ചെയ്യുക. പ്രമേഹം നിയന്ത്രിക്കുക. പ്രമേഹമുള്ളവർ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാൻ ശ്രദ്ധിക്കുക. ആരോഗ്യകരമായ ഭാരം നിലനിർത്തുക. അമിതവണ്ണം ഒഴിവാക്കി ആരോഗ്യകരമായ ശരീരഭാരം നിലനിർത്തുക. സമ്മർദ്ദം കുറയ്ക്കുക. യോഗ, ധ്യാനം, വ്യായാമം എന്നിവയിലൂടെ സമ്മർദ്ദം കുറയ്ക്കാൻ ശ്രമിക്കുക. മതിയായ ഉറക്കം. ഓരോ രാത്രിയും 7 മുതൽ 9 വരെ മണിക്കൂർ ഗുണമേന്മയുള്ള ഉറക്കം ഉറപ്പാക്കുക. പതിവായ വൈദ്യപരിശോധന. ഹൃദയ സംബന്ധമായ പരിശോധനകൾ കൃത്യമായി നടത്തുന്നത് ഹൃദയാഘാതം നേരത്തെ കണ്ടെത്താനും തടയാനും സഹായിക്കും. ഹൃദയാഘാത ലക്ഷണങ്ങൾ കണ്ടാൽ ഒട്ടും വൈകാതെ വൈദ്യസഹായം തേടേണ്ടത് അത്യാവശ്യമാണ്. സമയബന്ധിതമായ ചികിത്സ ജീവൻ രക്ഷിക്കാൻ സഹായിക്കും. ഈ വിവരങ്ങൾ നിങ്ങൾക്ക് സഹായകമാകുമെന്ന് കരുതുന്നു. ഹൃദയാഘാതത്തെക്കുറിച്ച് കൂടുതൽ എന്തെങ്കിലും അറിയണമെങ്കിൽ ചോദിക്കാവുന്നതാണ്.